ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നെക്കിൽ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ തുണി 4ആയിട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ വിഡ്ത്ത് 7ഉം ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾക്ക് 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ നമ്മൾ കുർത്തിക്ക് അടയാളപ്പെടുത്തുന്ന പോലെയല്ല, ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഷോൾഡർ വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക്, അതായത് 7 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നിന്ന് താഴേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഈ 14ലേക്ക് ഒരു ചരിച്ച് നമ്മൾ വരച്ചു കൊടുക്കണം. പിന്നെ ഈ ടോപ്പിന് അധികം ഷേപ്പൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. സാധാരണ ഒരു ഇങ്ങനെ ഒരു വര വരച്ചു കൊടുത്താൽ മതിയാകും. കാരണം വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് അത് ഷേപ്പിൽ കിടന്നോളും. അപ്പോൾ ഇത് ഷേപ്പിൽ കട്ട് ചെയ്യുന്നു വേണ്ട. അപ്പം ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ 36 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് 30 ഇഞ്ചിലാണ്. 30 ഇഞ്ച് പ്ലസ് 6 ഇഞ്ച് ഞാൻ താഴെ ഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. തുണി 4ആയിട്ട് മടക്കി കൊടുത്തിട്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്തില്ലേ ടോപ്പിൻ്റെ കൈക്കുഴീൻ്റെ ആ ഭാഗം ഈ ക്ലോത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് സ്ലീവിന് ഞാൻ വിഡ്ത്ത് 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 14 ഇഞ്ചിന് കണക്കായിട്ട് വേണം നമ്മൾ ഈ മുകളിലത്തെ ക്ലോത്ത് വെച്ച് കൊടുക്കാനായിട്ട്. അതായത് മടക്ക് വശം നമ്മൾക്ക് നേരെ ആയിട്ട് വരണം, നമ്മളെ ആ ഭാഗത്തേക്ക് വരണം. ബാക്കിയുള്ള ആ ഭാഗത്ത്, അതാണ് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഭാഗം, ആ ഭാഗത്തേക്ക് നമ്മൾ 14 ഇഞ്ച് നമ്മൾ നോക്കിയില്ലേ സ്ലീവിൻ്റെ വിഡ്ത്ത്, അതിന് കണക്കായിട്ട് വേണം ഈ ക്ലോത്ത് വെക്കാൻ. എന്നിട്ട് അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവിന് എനിക്ക് ലെങ്ത്ത് തികയാത്തത് കൊണ്ട് വേറൊരു പീസ് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു 13 ഇഞ്ച് കിട്ടും. ഇതുപോലെ വേറൊരു പീസ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 13 ഇഞ്ചിൽ കിട്ടും. അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഈ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. വേറൊരു പീസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ടോട്ടൽ ലെങ്ത്ത് നോക്കുമ്പോൾ 13 ഇഞ്ചിലാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സ്ലീവ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഈ സ്ലീവ് ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതായത് ടോപ്പിന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്, അതായത് സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഈ ചെരിഞ്ഞ ഭാഗത്തേക്ക് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ കിട്ടും. അതുപോലെ തന്നെ മറ്റേ ഭാഗവും ഇത് പിൻ ചെയ്തിട്ട് വേണമെങ്കിൽ, പിൻ ചെയ്താൽ തുണി തെന്നി നീങ്ങാതെ നല്ല രീതിയിൽ കിട്ടും. അങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് അധികം തൂങ്ങിക്കിടക്കുന്ന ആ സ്ലീവിൻ്റെ ആ ഭാഗത്തുണ്ടല്ലോ, കക്ഷത്തിൻ്റെ അവിടെ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അധികം വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടാകുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾക്ക് നെക്കിൻ്റെ അവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഫസ്റ്റ് ഒരു വട്ടം മടക്കി റൗണ്ടിൽ തയ്ച്ചു കൊടുക്കാം. പിന്നെ വീണ്ടും ഒരു മടക്ക് കൂടി കൊടുത്ത് തയ്ച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഒരു വട്ടം മടക്കി തയ്ച്ചു കൊടുക്കാം. പിന്നെ വീണ്ടും അതിനെ ഒരു വട്ടം കൂടി മടക്കി കൊടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, കാരണം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതാണ്.
ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ 1/4 ഇഞ്ച് ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾക്ക് സ്ലീവിൽ വെച്ച് കൊടുക്കാം. സ്ലീവിൽ താഴെ ഭാഗത്ത് മുകളിലേക്ക് ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ വിട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൈയുടെ അവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. ഫ്രില്ലിനായിട്ട് എനിക്ക് അധികം തുണി തികഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ദൂരമായിട്ടാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്ര തുണിയുണ്ടോ അത്രയായിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേസ്റ്റിൽ ഇലാസ്റ്റിക് എങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. വേസ്റ്റിൽ എത്രയാണ് വേസ്റ്റ് അളവ്, അതിൻ്റെ അളവിലാണ് നമുക്ക് ഇലാസ്റ്റിക് എടുക്കേണ്ടത്. പിന്നെ നല്ല ടൈറ്റായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് എടുക്കുന്നത് കുറച്ചെടുത്താൽ മതി. അതായത് വേസ്റ്റിൻ്റെ അളവിനേക്കാളും ഇലാസ്റ്റിക് കുറച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ കിടക്കും. അങ്ങനെ 2 സൈഡും ഇലാസ്റ്റിക് വെച്ച് കൊടുത്തു. ഇനി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അധികം വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പിലോ 1.5 ഇഞ്ച് ഗ്യാപ്പിലോ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്ലോത്ത് 2 മീറ്ററാണ് കേട്ടോ. നൈറ്റി ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.